നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം 3 ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് വെച്ചിട്ടൊരു ചിക്കൻ പ്രിപ്പയർ ചെയ്തതിന് കുറേ പേര് അത് ഉണ്ടാക്കി അയച്ചു തന്നു. ഭയങ്കര സന്തോഷം, ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ വീണ്ടും ഇതുപോലെയുള്ള എളുപ്പത്തിലുള്ള ഡിഷസുമായിട്ട് വരും. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ മോളും കൂടി ബ്രെഡ്, സോസേജ്, മുട്ട, ഈ 3 ഇൻഗ്രീഡിയൻസിനെ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചായക്ക് ഉണ്ടാക്കുന്ന ഒരു പലഹാരം. അപ്പോൾ ഇന്നത്തെ ചായ നമ്മളെ കൂടി ആവാം. ഈ സോസേജ് നാട്ടിൽ ഉള്ള സമയത്ത് സോസേജ് എന്ന് പറയുന്ന സാധനം ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഇവിടെ വന്നേ പിന്നെ ഈ സോസേജ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്ന് സോസേജ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. പക്ഷെ ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സോസേജിന് പകരം ചിക്കൻ യൂസ് ചെയ്യാം. ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് വേവിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അത് പറയാൻ, ഇപ്പോൾ സോസേജ് ഇല്ല എന്ന് വെച്ച് ഇത് ചെയ്യാണ്ടിരിക്കണ്ട. അടുത്ത ചായക്ക് ഇത് തന്നെ ആയിക്കോട്ടെ കടി. ഇതിനു വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് നമ്പർ 1, സോസേജ് എടുക്കുന്നു, കഴുകുന്നു, ആവിക്ക് വെക്കുന്നു. സ്റ്റെപ്പ് നമ്പർ 2, ഒരു കോഴിമുട്ട എടുത്ത് നല്ലോണം ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നു. 2 എടുക്കാം. നന്ദു ഇതാക്കിക്കോ. ഒന്നാമത് നമ്മൾ സോസേജ് ആവിക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സോസേജ് ഇല്ലാത്ത ആണെങ്കിൽ ചെറിയ പോലെ നീണ്ട് ചിക്കൻ പീസ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് അത് ആവിക്ക് വെച്ചാലും മതി. അതല്ല ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീർ യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചു. മൂന്നാമത് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്യുക. അതിൻ്റെ ആ ബ്രൗൺ കളർ ഭാഗം കട്ട് ചെയ്യുക, റെഡിയാക്കി വെക്കുക. ഒന്ന് പരത്തി സെറ്റാക്കി വെക്കുക. സ്റ്റെപ്പ് നമ്പർ 3, ബ്രെഡ് എടുക്കുന്നു, സൈഡ് കട്ട് ചെയ്യുന്നു, ബാക്കി ബ്രെഡ് ഒന്ന് ജസ്റ്റ് പരത്തി ഫ്ലാറ്റാക്കി വെക്കുന്നു. അതെങ്ങനെയാണെന്ന് കാണാം. ഇത് എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് ആക്കിയാൽ മതി. ഇപ്പം വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സാധനം ഇത് വെച്ച് 1 ആവും. അപ്പോൾ ഇപ്പം തന്നെ 1, 2, 3, 4 പീസ് കിട്ടും. അപ്പോൾ വീട്ടിലുള്ള ആളിന് അനുസരിച്ച് എത്രയാണോ അത്രയും ബ്രെഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് നല്ലോണം ഫ്ലാറ്റാണ്. ബാക്കി നന്ദു. 2 ആയിപ്പോടാ. ഇനി സ്റ്റെപ്പ് നമ്പർ 4, 4ാമത്തെ കാര്യം, നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ ഈ കട്ട് ചെയ്ത ബ്രെഡ് എടുത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് ക്രംസ് ആക്കാം. ഓക്കെ, മിക്സിയിൽ അടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ആണ് ഇത്. ആ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തു അത്ര തന്നെ. ആവിക്ക് വെച്ച സോസേജ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇതിൻ്റെ ലാസ്റ്റ്. പക്ഷെ ജസ്റ്റ് ഒന്ന് വെന്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഈ ആവിക്ക് വെച്ചത്. എണ്ണ നമ്മൾ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടാവണം എണ്ണ. ആ സമയത്ത് നമുക്ക് സ്റ്റെപ്പ് നമ്പർ 5. അപ്പം നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ്, ഈ ബ്രെഡിൻ്റെ 4 സൈഡിലും നല്ലപോലെ ഈ മുട്ട ഒന്ന് തേച്ച് കൊടുക്കണം. ചെറിയ പീസ് സോസേജ് ഇതിൽ വെച്ചു.
ഇതൊന്ന് ഫോൾഡ് ചെയ്യുക. ഇത്ര സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് വിഷമം തോന്നണ്ട. ലാസ്റ്റ് സംഭവം ആയിക്കഴിയുമ്പം ഭയങ്കര റോയൽ ലുക്കാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇതിങ്ങനെ ആക്കിയതിന് ശേഷം വീണ്ടും എഗ്ഗിൽ മുക്കി എടുത്തു വെച്ച ചെയ്തു വെച്ച ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, നേരത്തെ ചെയ്തു വെച്ച ബ്രെഡ് ക്രംസിൽ നല്ലോണം ഉരുട്ടിയെടുത്താൽ മതി. ഇങ്ങനെ എല്ലാ ബ്രെഡും ചെയ്ത് മാറ്റി വെക്കണം. ഇതിപ്പം നമ്മൾ 4 1 2 3 4 5 6 എണ്ണം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത് ചൂടുള്ള എണ്ണയിൽ അങ്ങിടണം. സംഭവം കഴിഞ്ഞു. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെന്നാ. അപ്പോൾ ഇത് പൊട്ടല്ലേ, ഒന്നും പുറത്തേക്ക് വരല്ലേ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമുക്കിതിനെ എണ്ണയിലിടാം. അടിപൊളിയാണല്ലോ നന്ദു ഉരുട്ടി തന്ന ഒന്ന്. അത് പറയാൻ പറ്റില്ല. പിന്നെ ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക, ഇതെങ്ങനെ ബെറ്റർ ആക്കാമെന്നുള്ളത്. ഇതുപോലുള്ള സിമ്പിൾ കുക്കിംഗ് റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ അടുത്ത ആഴ്ച ഒരു സർപ്രൈസ് ഉണ്ട്. അത് നല്ല ഒരു ഡിഷ്, വളരെ സർപ്രൈസ് എലമെൻ്റ് ഉള്ളൊരു ഡിഷ് ഉണ്ട്. അപ്പോൾ വറ്റും വെള്ളവും ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇത് നല്ലോണം ആയി. ഇത് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പയും മോളും കൂടെ ചായയും കഴിക്കുന്നുണ്ട്. ഇപ്പൊ അഭിപ്രായം നന്ദുവിന്റെ മുഖത്ത് സൂം എന്റെ ഉള്ളിൽ കാണിച്ചത് എങ്ങനെയുണ്ട് നന്ദു? സത്യം ബ്രെഡാന്ന് മനസ്സിലാവുന്നില്ലേ? അപ്പൊ നിങ്ങളും ഇത് കഴിച്ചു നോക്കണം, ഉണ്ടാക്കി കഴിച്ച് അഭിപ്രായം പറയണം. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ ബൈ.